നമസ്കാരം. സമ്മർദ്ദം അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആർക്കുനേരെയും പ്രയോഗിക്കുന്ന തന്ത്രം. ഇപ്പോതാ വെൻസലിന് നേരെയും ആ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ ഉദ്യോഗസ്ഥർ പറയുന്നത് ട്രംപിന്റെ ലക്ഷ്യമെന്നത് വെൻസുവേലയിലെ ഭരണ മാറ്റം എന്നത് തന്നെയാണ്. ഇതിനായി അമേരിക്ക കരീബിയൻ മേഖലകളിൽ യുദ്ധക്കപ്പലുകളും സൈന്യവും വിന്യസിച്ച് സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനും വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് മദൂറോയും ട്രംപും കഴിഞ്ഞ മാസം ഫോൺ സംഭാഷണം നടത്തുകയും ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിലും അതിന് നിലവിൽ യാതൊരു പദ്ധതിയും ഇല്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട്. അതായത് 12 വർഷമായി അധികാരത്തിൽ തുടരുന്ന മദൂറോയെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇത് ആദ്യമായല്ല. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ വലിയ സമ്മർദ്ദ ക്യാമ്പയിനുകൾ US നടത്തിയിരുന്നു. വെനിസ്വേലയുടെ ആകെ അവസ്ഥ നിലവിൽ അതീവ ഗുരുതരമാണ്. രാജ്യത്ത് നിലനിൽക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. മദൂറോ അധികാരത്തിലെത്തിയതിനു ശേഷം ഏകദേശം 8 മില്യൺ ആളുകൾ രാജ്യം വിട്ടു മൊത്തത്തിൽ പോയിട്ടുണ്ട് എന്നാണ് ജനസംഖ്യയുടെ 4/1 ഈ കണക്കുകൾ കാണിക്കുന്നത്. കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തിയ സാഹചര്യത്തിലാണ് വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ തന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതിവേഗം കർശനമാക്കിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിൽ നിന്നും ഉയരുന്ന ഭീഷണികൾ, പ്രത്യേകിച്ച് പ്രിസിഷൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ അതിനെ സ്പെഷ്യൽ ഫോഴ്സ് റെയ്ഡ് നടക്കാമെന്ന സൂചനകൾ മദൂറോയ്ക്ക് കിട്ടി. ഇതിന് പിന്നാലെ അതീവ ജാഗ്രതയിലായി. അദ്ദേഹം ഓരോ ദിവസവും ഉറങ്ങുന്ന സ്ഥലങ്ങളും ഉപയോഗിക്കുന്ന ഫോണുകളും മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായത് ക്യൂബയിൽ നിന്നുള്ള ബോഡി ഗാർഡുകളാണ് അദ്ദേഹം കൂടുതൽ ആശ്രയിക്കുന്നത്. അവർ കൂടുതൽ വിശ്വസ്തരാണെന്നാണ്, ദ്രോഹിക്കാൻ സാധ്യത കുറവായെന്നാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ക്യൂബൻ പ്രത്യന്വേഷണ ഉദ്യോഗസ്ഥരെ വെനിസ്വേലിയൻ സൈന്യത്തിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സുരക്ഷാ ഭീഷണികൾ ഉയർന്നിട്ടും മദൂറോ പൊതുവേദികളിൽ ഭയമില്ലാത്ത നേതാവായി പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പല പ്രസംഗങ്ങളും മുൻകൂട്ടി റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിലും ചിലപ്പോൾ അപ്രതീക്ഷിതമായി പൊതുചടങ്ങുകൾ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം ടിക്ടോക്കിൽ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ പങ്കുവയ്ക്കുകയും പിന്തുണക്കാരുടെ ആത്മവിശ്വാസം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തലുകൾ അനുസരിച്ച് മദൂറോ ഒരു നാർക്കോ ടെററിസ്റ്റ് കാർട്ടലിന്റെ തലവനാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. വെനിസ്വേലയിലെ ഫെനറ്റിനിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നും ഇപ്പോ അമേരിക്കയിലെ മയക്കുമരുന്ന് മരണക്കേസുകളുടെ 2/3 ഫെന്റനിൽ മൂലമാണ് എന്നാണ്. അതായത് കൊക്കൈൻ കടന്നു പോകുന്നുണ്ട് എങ്കിലും അത് USA ആകെ പ്രവേശനത്തിന്റെ 10% മാത്രമാണ് എന്നാണ് നിലവിലെ വിലയിരുത്തൽ. വെനിസ്വേലക്കാർക്ക് യാഥാർത്ഥ്യം വ്യക്തമാണ്. അതായത് രാജ്യത്തിന്റെ ഭാവി അമേരിക്കയുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന്. അമേരിക്ക വെനിസ്വേലയുടെ സാമ്പത്തികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രമാണ്. അതായത് സമ്മർദ്ദ കാലഘട്ടം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതൊഴിച്ചാൽ ജനങ്ങൾക്കുള്ള മറ്റൊരു മാർഗവും ഇല്ല. എന്തായാലും സമ്മർദ്ദ തന്ത്രം ചൊരുത്തുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറയില്ല എന്നാണ് വെനിസ്വേലയുടെ പ്രത്യക്ഷത്തിലുള്ള നിലപാട്. എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന ഒരു ദൃഢനിശ്ചയവുമായാണ് വെനിസ്വേല മുന്നോട്ട് കൊണ്ടുപോകുന്നത്.